ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ജുമാ മസ്ജിദ് കാണാൻ പോവാം. കോൾഡ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ശബ്ദം ഇടറിയിട്ടൊക്കെയാണ് കേൾക്കാൻ സാധിക്കുക കേട്ടോ. ഞങ്ങൾ ജുമാ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. രണ്ട് വശത്തും കച്ചവടം നടത്തി ഉപജീവനമാർഗം തേടുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ട് കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പുറം ഇപ്പുറം നടക്കാൻ തന്നെ പറ്റില്ല. ഒരു ചെറിയ ഇടവഴി കൂടിയാണ് നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്നത്. ഇപ്പോൾ ജുമാ മസ്ജിദിൻ്റെ ബാക്ക് ഭാഗമാണ് നമ്മളത് കാണുന്നത് കേട്ടോ. നമ്മൾ നടന്ന് ഇങ്ങനെ അവരുടെ ഇടയിൽ കൂടെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പരിമിതി ഉണ്ട്. അവർ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ അവർ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറയും. നമ്മൾ എന്നാലും ആ ഗ്യാപ്പ് കിട്ടുന്ന ഗ്യാപ്പ് നമ്മൾ നടന്നു പോകണ വഴി നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നു. ഇത് കണ്ടില്ലേ, തിരക്കും. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് മുകളിലേക്ക് കയറി ജുമാ മസ്ജിദിൻ്റെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വഴിയാണെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. വണ്ടിയിലൊക്കെ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമുക്ക് വണ്ടി വന്ന് പിടിച്ച് നമ്മൾ തട്ടി മറിച്ചിട്ട് പോകുന്നു വിചാരിക്കും. അതുപോലെയാണ് കണ്ട, അത്രയ്ക്ക് തിരക്കാണ്. അവിടുത്തെ ഓട്ടോറിക്ഷ കണ്ടില്ലേ, ഇങ്ങനത്തെ ഓട്ടോറിക്ഷകളൊക്കെ അവിടെ അപൂർവം മാത്രം നമ്മളിവിടുത്തെ ഓട്ടോറിക്ഷ പോലെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ജുമാ മസ്ജിദിന് മുന്നിലേക്ക് പോകാനായിട്ട് ഫ്രണ്ട് ഭാഗത്ത് കാണാനായിട്ടുള്ള നടത്തത്തിൽ വന്ന കാഴ്ചകളാണ് കണ്ടത്. അപ്പുറം ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ട്. വല്ലതൊന്നും അത്ര അധികമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഒക്കെ വഴിയോരത്താണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കാരണം കഴിക്കാനായിട്ട് നമുക്ക് ചിലർ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം നല്ല നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്ന സ്ഥലങ്ങളുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഞങ്ങൾ ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തി. അവിടെയുണ്ട് എല്ലാം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് പ്രത്യേകത. കണ്ടില്ലേ, എല്ലാം സൂപ്പർ. അത് കല്ലുകൊണ്ട് കുത്തിയെടുത്ത് ഉണ്ടാക്കിയിരിക്കണതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ജുമാ മസ്ജിദ് കണ്ട സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്, അടിപൊളി. ഞാനതൊക്കെ കണ്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മെട്രോ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഒരു ദിവസത്തെ ടിക്കറ്റ് മെട്രോ എടുത്തു കഴിഞ്ഞാൽ അധികം കാശൊന്നും ആവില്ല. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വന്നാൽ 80 രൂപയൊക്കെ വരുള്ളൂ. മെട്രോ കാർഡ് ഇപ്പോൾ 2 പേർക്ക്, ഞാനും എൻ്റെ ഹസ്ബൻഡാണ് പോയിരുന്നത്. മെട്രോ കാർഡ് എടുത്ത് 300 രൂപയുള്ളൂ. അന്ന് ഫുൾ ഡേ നമുക്ക് മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. എവിടേക്കൊക്കെ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടു പോരാം. പിന്നെ ഓട്ടോറിക്ഷ കാശ് നിസ്സാരമൊക്കെ വരുള്ളൂ. ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ റിക്ഷ വണ്ടിന് വിളിച്ചത് 50 രൂപയായുള്ളൂ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴികൾ കാണിച്ചത് എന്താണ് നിങ്ങൾക്ക് അതിൽ തിരക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്. കണ്ട എന്താ തിരക്കെന്ന് അറിയുമോ, അവിടെ കടക്കാനായിട്ടൊന്ന്. ഇതാണ് അവിടുത്തെ അവസ്ഥ. വണ്ടികളും ജനങ്ങളും എല്ലാം കൂടി തിങ്ങി നിറഞ്ഞ് വഴിയൊക്കെ മൊത്തം ഫുള്ളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വണ്ടി ഓടിപ്പിക്കാനൊക്കെ സമ്മതിക്കണം കേട്ടോ. നമ്മൾ ഇതിപ്പോൾ വന്നിരിക്കും അതേപോലെയാണ് തിരക്ക്. ഉണ്ടാ, ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ വരാം കേട്ടോ. ബൈ.